ശ്രീ ജേക്കബ് തറയൻ, താങ്കളും തുടക്കത്തിൽ പറഞ്ഞത് താങ്കളും ആദ്യം മുതൽ തന്നെ ഇത്തരത്തിൽ എസ്കലേറ്റ് ചെയ്യേണ്ടതില്ല എന്ന നിലപാടുകാരനായിരുന്നു. പക്ഷേ മേജർ രവിക്ക് കിട്ടിയ അത്രയും സൈബർ ആക്രമണം താങ്കൾക്ക് ഉണ്ടായില്ല എന്ന് തോന്നുന്നു. എന്തായാലും എസ്കലേറ്റ് ചെയ്യേണ്ടതില്ല. താങ്കൾ അന്ന് പറഞ്ഞ, ഞാൻ ഓർക്കുന്നു, ഞാൻ അന്ന് പഹൽഗാമിലാണ്, താങ്കൾ പറഞ്ഞത് ഇത്തരത്തിൽ സ്പെക്ടാക്കുലറായ, എവിഡൻ്റായ, വിഷ്വലി തെളിയിക്കാൻ കഴിയുന്ന ഒരു മറുപടി കൊടുക്കുക, അതിനുശേഷം അത് അവസാനിപ്പിക്കുക എന്ന് തന്നെയാണ് താങ്കൾ പറഞ്ഞത്. ഒരു 3 ദിവസം കൂടി നീണ്ടു. 3 ദിവസം കൂടി നീണ്ട ആ 3 ദിവസം പാകിസ്ഥാൻ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നതും, ഡൽഹി കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ ഡൽഹിയിലേക്ക് ഒരു ഹൈ സ്പീഡ് മിസൈൽ അയക്കുന്നതും അത് ഹിസാറിൽ വെച്ച് ഇല്ലാതായി കളഞ്ഞെങ്കിലും ഒക്കെ നമ്മൾ കണ്ടു. എങ്കിൽ കൂടിയും ആകെ മൊത്തം എന്താണ് ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ബാക്കി മൊത്തം നോക്കിയാൽ വിജയം ഇന്ത്യൻ പക്ഷത്ത് എന്ന് തന്നെയല്ലേ പറയേണ്ടത് ശ്രീ ജേക്കബ് തരകൻ? ഹാഷ്മി, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ഇപ്പോൾ പറഞ്ഞതിന് ഒത്തിരി നന്ദി. വളരെ നമുക്ക് ഏതൊരു ഇന്ത്യൻ പൗരനും ഇന്ന് സമാധാനത്തോടെ കിടക്കുവാനും ഉറങ്ങുവാനും ഇന്ന് സാധിക്കും എന്നത് ഓർത്ത് വളരെ സന്തോഷം. വിജയവും തോൽവിയും എന്ന് പറയുന്നത് കമ്പാരിറ്റീവാണ്. ആര് എങ്ങനെ കാണുന്നു, എന്തു കാണുന്നു. ഇന്ത്യൻ പൗരനായ എനിക്ക് ഇന്ത്യ ജയിച്ചു എന്ന് തന്നെ തോന്നുന്നു. അങ്ങനെ തന്നെ ആകണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. പക്ഷേ ഈ സമാധാനം വന്നപ്പോഴും എൻ്റെ മനസ്സിൽ കുറച്ച് ഉത്തരങ്ങളും കുറച്ച് കൂടുതൽ ചോദ്യങ്ങളുമാണ് ഇപ്പോൾ എൻ്റെ മനസ്സിൽ നിൽക്കുന്നത്. ഉത്തരം കിട്ടിയത്, നമ്മൾ ഇന്ത്യ എന്തെങ്കിലും ഒരു ഭീകര ആക്രമണം ഉണ്ടായാൽ അത് തെരഞ്ഞു പിടിച്ച് അതിന് തക്കതായ മറുപടി ഏത് അറ്റം വരെ പോയാലും കൊടുക്കാൻ സജ്ജമാണ് എന്ന് ലോകത്തോട് പറയുകയും ഇവിടെ ഉള്ള പൗരന്മാരുടെ ആവേശത്തിന് മറുപടി തണുപ്പിക്കുവാൻ വേണ്ടി കാണിക്കുകയും ചെയ്തെന്നുള്ള സത്യമാണ്. അത് വലിയൊരു ഉത്തരമാണ്. പക്ഷേ എൻ്റെ മുമ്പിൽ നിൽക്കുന്ന കുറച്ച് ചോദ്യങ്ങൾ ഇതാണ്. ഇത് കൊണ്ട് പാകിസ്ഥാൻ അവരുടെ ആൻറ്റി ഇന്ത്യ സ്റ്റാൻസ് നിർത്തുമോ? 1. 2, പാകിസ്ഥാൻ ഭീകരവാദം അല്ലെങ്കിൽ ഭീകരാക്രമണത്തെ അവരുടെ എക്സ്റ്റെൻഡഡ് മിലിറ്ററി ആക്ഷനിൽ നിന്ന് മാറ്റി നിർത്തുമോ? പാകിസ്ഥാൻ നോൺ സ്റ്റേറ്റ് ആക്ടറും സ്റ്റേറ്റ് ആക്ടേഴ്സും തമ്മിലുള്ള വ്യത്യാസം കാണിച്ച് നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സിനെ ഇല്ലാതാക്കുമോ? 4, പാകിസ്ഥാനിൽ ഇന്ന് കൊലയാം, അതായത് ഓപ്പൺലി നടക്കുന്ന ഭീകരന്മാർക്ക് വിലങ്ങിടുമോ? ഇന്ത്യക്കെതിരെ പ്രവർത്തിച്ച ആൾക്കാരെ ന്യായത്തിന് മുമ്പിൽ കൊണ്ടുവരുമോ? ഇതൊക്കെ നമുക്ക് കിട്ടേണ്ട ഉത്തരങ്ങളാണ്. 26 മരണങ്ങൾ മാത്രമല്ല, 26 വിധവകളോ അല്ലെങ്കിൽ കുടുംബനാഥന്മാരോ പോയ വീടുകളല്ല, 26 കുടുംബങ്ങളുടെ അനാഥരല്ല. അതിനൊക്കെ എത്രയോ അപ്പുറം ആൾക്കാർ അതിന് മുമ്പും മരിച്ചു. ഇതുകൊണ്ട് തീർന്നില്ലെങ്കിൽ ഇനി എന്താകാം എന്നുകൂടെ അത് നമ്മുടെ മുമ്പിൽ ചോദ്യമാണ്. ഇനി മേജർ ക്വസ്റ്റ്യൻ നിൽക്കുന്നത്, വളരെ വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ നിൽക്കുന്നത്, നമ്മൾ എടുത്ത പൊളിറ്റിക്കൽ എയിം എന്തായിരുന്നു? അത് നമ്മൾക്ക് സാധിക്കുവാൻ ഒത്തോ? അത് നമ്മൾ സാധിച്ചെടുത്തോ? മിലിറ്ററി എയിം എന്തായിരുന്നു? അത് നമ്മൾക്ക് കിട്ടിയോ? ഇതൊക്കെയാണ് ഇനി നാം ഇരുന്ന് ചിന്തിക്കേണ്ട കാര്യങ്ങൾ. ഇനി ഇതാണ് നമ്മളുടെ ഭരണകർത്താക്കൾ, നമ്മളുടെ മിലിറ്ററി പ്ലാനേഴ്സ് ഇരുന്ന് പേപ്പറിൽ എഴുതി അതിന് ഉത്തരം കണ്ടുപിടിക്കേണ്ടത്. അതിൻ്റെ കൂടെ തന്നെ ഇന്ത്യയിൽ, നമ്മളുടെ രാജ്യത്ത് ഇപ്പോഴെങ്കിലും ഇത് കഴിയുമ്പോൾ ഒരു സർവമത ഭായിച്ചാർ, അതായത് മിത്ര ഫീലിംഗ് കൊണ്ടുവരേണ്ട സമയമായി. നമുക്ക് കാശ്മീരിലെ ജനത കാണിച്ചു തന്നു, സമയമാകുമ്പോൾ ഇന്ത്യയോടൊപ്പം നിന്ന് ഞങ്ങൾക്ക് മതമല്ല രാജ്യമാണ് വലുത് എന്ന് കാണിച്ച ഒരു ജനത അവിടെ ഉണ്ട്. അവരോട് നമുക്ക് നന്ദി കാണിക്കേണ്ടതുണ്ട്. നമ്മൾക്ക് മൈനോറിറ്റീസിനെ നമ്മളുടെ എല്ലാം ഒന്നാക്കി നമ്മൾ ഒത്തൊരുമയോടെ എന്തൊക്കെ ചെയ്യാൻ ഒക്കും എന്ന് ആലോചിക്കേണ്ട സമയമാണ്. അതെങ്ങനെ ചെയ്യും എന്നുകൂടെ നാം ചോദിക്കേണ്ട സമയമാണ്. സമാധാനം നിൽക്കട്ടെ. ഇനി ഒരിക്കലും പാകിസ്ഥാൻ നമ്മൾക്കെതിരെ ഭീകരവാദം കൊണ്ടുവരാതിരിക്കട്ടെ. ഇനി ഇന്ത്യയിൽ ഒരു ഇഞ്ചിലും എവിടെയെങ്കിലും ഒരു ഭീകര അറ്റാക്ക് ഉണ്ടാകാതിരിക്കട്ടെ എന്നൊക്കെ ഈ സമാധാനം അങ്ങനെ തന്നെ മുമ്പോട്ട് പോകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ആകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓക്കെ.